മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനി അതിഥിയുടെ സമയമാണ്. ഇന്ന് സദൃശവാക്യം എന്ന മലയാള ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിലെ ബാലതാരമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മീനാക്ഷി കുട്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. മീനാക്ഷിക്ക് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. 2014 മുതൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് മീനാക്ഷി. ഇപ്പോൾ 2014 മുതലല്ല, ഞാൻ എൻ്റെ 2.5 വയസ്സ് മുതലേ ഞാൻ ആഡ്സും ഫിലിംസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞ മൂവി വന്നപ്പോഴാണ് എല്ലാവരുടെയും അറിയാവുന്ന. ഓക്കെ, ഇപ്പോൾ സദൃശവാക്യം എന്ന ചിത്രത്തിലെത്തി നിൽക്കുന്നു. ഒരുപാട് പ്രൊജക്റ്റുകൾ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം ഒരുപാട് പ്രൊജക്റ്റുകൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മീനാക്ഷിക്കുള്ളത്. ഇപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ കാണുന്നു മീനാക്ഷി? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അമർ അക്ബർ കഴിഞ്ഞ് ഒപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് മൂവീസ് ചെയ്തു. എന്നാലും ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് സദൃശവാക്യം 24-29 എന്ന് പറഞ്ഞ മൂവി. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അന്ന എന്നാണ്. ഷീലു ചേച്ചിയുടെ കുട്ടിക്കാലമാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ഒരു നല്ല മൂവിയാണ്. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു മൂവിയാണ് സദൃശവാക്യം. അപ്പോൾ അതിന്ന് റിലീസാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കാണണം. ഓക്കെ, നമുക്ക് എന്തായാലും സദൃശവാക്യം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ഓക്കെ. എന്റെ ടാർജറ്റില് അവള് പെട്ടിരിക്കുക. ഒരു പെണ്ണിന് സെൽഫ് ഡിഫൻസിന് ഒരാളെ കൊല്ലേണ്ടി വന്നാലും കോടതി വെറുതെ വിടും. ഏത് കോടതിയിലും ഏത് അറ്റം വരെയും പോകും ഞാൻ ഇത് തെളിയിക്കാൻ. കുറച്ചുപേരെ കണ്ടെത്താനായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെവിടെയാണെന്നോ എന്താണെന്നോ ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്ലൂ ഇല്ല. കേസിൽ ഡോണിയായ നിങ്ങളെ 420 അടിച്ച് അകത്താക്കാനും പറ്റും. എന്നെ ദ്രോഹിച്ച ഞാൻ ആരും വിടാറുമില്ല. ഈ ആഘോഷമൊന്നും അല്ല എന്റെ ശരിക്കുള്ള ആഘോഷം. സന്തോഷം പിന്നെ എനിക്കും ഇല്ല ഐസൊക്കെ. മണ്ണ് കേറി പോയെങ്കിലും നല്ല തന്തയ്ക്ക് പറഞ്ഞ മോളാണേ തിരിച്ചു വരാതിരിക്കോടോ. എന്തായാലും മീനാക്ഷി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു ചിത്രത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് തോന്നുന്നു. മീനാക്ഷി മുമ്പ് സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലേക്ക് വന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലൂടെയാണ്. ആ പാട്ട് എന്നും ഞാൻ എൻ്റെ മുറ്റത്ത് എന്നുള്ള ഒരു പാട്ട് കുഞ്ഞുകുട്ടികൾ ഇപ്പോഴും സ്കൂളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവർ ആ പാട്ടാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പം ഒപ്പത്തിലേക്ക് വരുമ്പോൾ ഒപ്പത്തിലെ മിനുങ്ങും മിന്നാമിനുങ്ങയും ആണ് കുഞ്ഞു കുട്ടികളുടെ എല്ലാം നാവിൽ ഇപ്പോഴും ഉള്ളത്. മീനാക്ഷി പാടുവോ? ഇല്ല, ഞാൻ പാടത്തില്ല. ഞാൻ ശ്രേയ പാടുമ്പോൾ കൂടെ ലിപ്പ് ചെയ്യാറുണ്ട്, അല്ലാതെ ഞാനങ്ങനെ പാടാറൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ അമർ അക്ബറിലും വന്നപ്പോൾ എനിക്കൊരു നല്ല പാട്ട് കിട്ടി എന്നോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ശ്രേയയായിട്ട് ഭയങ്കര കോമ്പിനേഷനാണ്. കാരണം ലാലേട്ടനും MG അങ്കിളും പോലെയാണ് ഞാനും ശ്രേയയും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒപ്പത്തിലും അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. ഒപ്പത്തിലും ഫോർ മ്യൂസിക്സിലെ ചേട്ടന്മാരാണ് ചെയ്തത്. ഇപ്പോൾ സദൃശവാക്യത്തിലും എനിക്കും അതെ ഒരു പാട്ടുണ്ട്. ഒപ്പത്തിൽ ഞാനും രാമച്ചനും കൂടെയായിരുന്നു. ഇവിടെ ഞാനും സിദ്ദിഖങ്ങളും കൂടിയിട്ട് ചുന്ദരി വാവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് പാടി ഇനി കൊളാക്കിയ ഇഷ്ടമൊന്നും ആരുടെയും കളയുന്നില്ല. ഡാൻസ് ചെയ്യാറുണ്ടോ? ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ സാധാരണ നിലയിൽ മീനാക്ഷി പറയാറുള്ളത് ഞാൻ ഡാൻസ് ചെയ്യാറില്ല, കാരണം ഇവിടെ ചെയ്യേണ്ട വന്നെങ്കിലോ. ഞാൻ ഡാൻസ് ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പൊ പറഞ്ഞ ഗാനം ഒന്ന് കേൾക്കാം. ായിട്ടൊരു ഗാനമാണ് ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിലെ മിനുങ്ങും മിന്നാമിനുങ്ങിൻ്റെ ആ ഒരു
അതുപോലെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഞാനും രാമച്ചനും ഇതിൽ ഞാനും സിദ്ദിഖങ്ങളും കൂടിയിട്ട് അതുപോലത്തെ തന്നെ ഒരു പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഞാനൊക്കെ ഈ പാട്ട് ലിപ്പ് ചെയ്യാനായിട്ട് അവസാനം എനിക്കൊരു ലിപ്സിങ് വരുന്നത് ഒരു പാട്ടുണ്ട്. അപ്പോൾ അവിടെ ഒറ്റ പ്രാവശ്യം കേട്ടപ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ്. ലൈൻസൊക്കെ പെട്ടെന്ന് അപ്പോൾ തന്നെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പാട്ട്. മിക്കവാറും ഈ വരുന്ന ആനിവേഴ്സറികളിലും സ്കൂളുകളിലൊക്കെ മിക്കവാറും അടുത്ത പാട്ട് ഇതായിരിക്കും. ഓക്കെ, വീണ്ടും നമ്മൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ സദൃശവാക്യത്തിലെ കഥാപാത്രത്തെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയാലേ ഞാൻ പറയുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞ ആ ക്യാരക്ടറിനെ പറ്റി ഒന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. എനിക്ക് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടേഴ്സിലൊന്നും ഇപ്പോൾ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. ഒരു പുതിയ രീതിയിലുള്ള മൂവി തന്നെ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ ഷീലു ചേച്ചിയും അങ്ങനെ ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു മീനാക്ഷിക്ക്. കാരണം മീനാക്ഷി സസ്പെൻസ് പൊളിക്കുമെന്നുള്ള ഒരു ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാരണം പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ കഥയുടെ ആ ഒരു പഞ്ചങ്ങ് പോയാൽ ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാരണം നിങ്ങളത് എന്താ നമ്മളൊന്നും പറയാതെ ഒരു മൂവി കയറി കാണുമ്പോൾ ആ ഇഷ്ടവും ഞാൻ എല്ലാം പറഞ്ഞ് ആ മൂവി കാണുമ്പോൾ ഉള്ള ഇഷ്ടവും രണ്ടും വേറെ ആണല്ലോ. ഓക്കെ, ആ ഒരു രീതി കൊള്ളാം മീനാക്ഷിയുടെ. ഓക്കെ, മീനാക്ഷിക്ക് ശരിക്കും ആരെ പോലെ ആവാനാണ് ആഗ്രഹം? എനിക്ക് എല്ലാരെ പോലെ ആവാൻ ഇഷ്ടമാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമയിൽ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് മഞ്ജു ചേച്ചിയുടെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നു. ക്രിസ്മസിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇത് 3 ചിത്രങ്ങൾ വരുന്നുണ്ട്. മീസാൻ, അതുപോലെ ക്യൂൻ, പിന്നെ കന്നഡ സിനിമ വരുന്നുണ്ട്. കന്നഡ ക്രിസ്മസിനില്ല, നിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഒപ്പത്തിൻ്റെ തന്നെ കന്നഡയാണ് ചെയ്യുന്നത്. അവിടെ ശിവരാജ് കുമാർ അങ്കിളാണ് ചെയ്യുന്നത്. രാജ് എന്ന് പറഞ്ഞ ഒരാളാണ്, അങ്കിളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു തമിഴ് ചിരഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യുന്നുണ്ട്. ഹൊറർ മൂവിയാണ്. അപ്പോൾ ശരിക്കും മുമ്പ് സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു. കുഞ്ഞ് 2.5 വയസ്സിൽ തന്നെ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ നിറഞ്ഞ സാന്നിധ്യമായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട അഭിനേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ നായകൻ നടന്മാരായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് പോലും സിനിമകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോഴെല്ലാം പുതുമുഖങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും മീനാക്ഷി വളരെ ഫാസ്റ്റാണ്. മീനാക്ഷിക്ക് ഇപ്പോൾ ഡിസംബറിൽ 3-4 ചിത്രങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് ഇതിലൊക്കെ ചെന്നെത്താൻ പറ്റുന്നത്? മീൻസ് എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുചെല്ലാൻ പറ്റുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്? കാരണം ഒരു ചിത്രത്തിൽ നിന്ന് ഉടൻ തന്നെ അടുത്ത ചിത്രത്തിലേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെ ഈ രൂപമാറ്റങ്ങളൊക്കെ പല ചിത്രങ്ങളിലും പല രീതിയിലാണല്ലോ. അതെ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞു കലാകാരിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെയൊക്കെയോ ഉണ്ടാകുന്നു. ഓക്കെ, വീട്ടുകാര്യങ്ങളിലേക്ക് വരാം. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, ഒരനിയനുണ്ട്. അനിയനും മൂവി ഇപ്പോൾ ചെയ്തു. ഇനിയിപ്പോൾ ഏത് മൂവി? ക്യൂ എന്ന് പറഞ്ഞ മൂവിയിൽ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ആഡ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കല്ലിയത്തി MTയുടെയും ബാങ്ക് ഓഫ് ബറോഡയുടെ ആഡ്സ് അവനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ ഒരു സിനിമ മേഖലയിലേക്ക് കടന്നു വന്നിട്ടിരിക്കുകയാണല്ലോ. അങ്ങനല്ല, എന്നാലും അതെ. സദൃശവാക്യത്തെ ഓവറോൾ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് എന്താണ് മീനാക്ഷി മനസ്സിൽ കൊണ്ടുവച്ചിട്ടുള്ളത്? റിലീസാണ്, ഇന്നിപ്പോൾ റിലീസാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രേക്ഷകരോട് എന്താണ് അതിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സദൃശവാക്യം മൂവി എല്ലാവരും കാണണം. അതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് അതിൽ ഷീലു ചേച്ചിയുടെയും ലൊക്കേഷൻ ഒരു അങ്ങനെ പുറത്തേക്കുള്ള ലൊക്കേഷനൊന്നും കാണിക്കുന്നില്ല. ഇത് ഒരു വീടും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കും. ഞാൻ എല്ലാ സ്ഥലത്തിൻ്റെയും അങ്ങനെ പേര് പറയുന്നില്ല. ഒരു വീടുണ്ട്, പിന്നെ ഒരു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പറയുന്നില്ല. ചിത്രത്തിലെ മറ്റ് കൂടെ അഭിനയിച്ചിട്ടുള്ള സിദ്ദിഖയെ കുറിച്ച് പറഞ്ഞു, ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ട് ഒന്ന് പറയും. സിദ്ദിഖങ്ങളും മഞ്ജു ചേച്ചിയാണ് എൻ്റെ അമ്മയായിട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ആഗ്രഹമുള്ള ഒരു അല്ല, ആ മഞ്ജു ചേച്ചിയല്ല, വേറൊരു മഞ്ജു ചേച്ചിയാണ്. അതിൽ 2 മഞ്ജു ചേച്ചിമാരുണ്ട്. അപ്പോൾ ചേച്ചിയും പിന്നെ സിദ്ദിഖങ്ങളും. എനിക്ക് സിദ്ദിഖങ്ങളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ
എന്താ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുന്ന പോലത്തെ തന്നെ ഒരു ഫീലായിരുന്നു. കാരണം ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവാന്നേ തോന്നത്തില്ല. അതുപോലെ തന്നെ അങ്ങ് നമ്മളോട് എപ്പോഴും കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ സിദ്ദിഖങ്ങൾ എനിക്ക് ഒരുപാട് എനിക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും അങ്ങനെ കാണാനായിട്ട് ഒരു നമുക്കൊരാളെ എന്ന ഒരു മഹാനടനൊപ്പം കുഞ്ഞിലെ തന്നെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പമുള്ള ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും പ്രേക്ഷകർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മോഹൻലാൽ എന്ന മഹാനടനോടൊപ്പമുള്ള അഭിനയ മുഹൂർത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മീനാക്ഷിക്ക്? ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ എനിക്കെല്ലാം സ്പെഷ്യലായിരുന്നു. കാരണം ഒന്നും അങ്ങനെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാത്തിലും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് അത്രേ പറയാം, ലാലേട്ടൻ അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ 2.5 വയസ്സിൽ സിനിമ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഇപ്പോൾ സദൃശവാക്യം എന്നുള്ള സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നു. ബാക്കിയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ മുന്നിൽ നിൽക്കുന്നു. ഡിസംബറിൽ കുറേ സിനിമകൾ ഇറങ്ങുന്നു. എന്തായാലും ഒരുപാട് മലയാള സിനിമാ മേഖലയിൽ ഒരു വലിയ പടർന്ന് പന്തലിക്കട്ടെ എന്ന് മീനാക്ഷി പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ചിത്രം സദൃശവാക്യം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ ഓടട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയതിനും നന്ദി. താങ്ക് യു. മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.